കുഞ്ഞോളെ, നമ്മള് ഗോസസ് തിയറം എന്താണ് എന്നും അതിന്റെ പ്രൂഫും കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വൃത്തിക്ക് തന്നെ പഠിച്ചു. അപ്പോൾ ഏതൊരു ക്ലോസ്ഡ് സർഫസിൽ കൂടിയിട്ടുള്ള ഫ്ലക്സിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഗോസസ് തിയറം സഹായകരമാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഗോസസ് തിയറവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്ലിക്കേഷൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഈ പാഠത്തിൽ ഇതിനു മുൻപായിട്ട് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുമ്പോൾ ഫീൽഡ് ഡ്യൂ ടു എ സിംഗിൾ പോസിറ്റീവ് ചാർജ് ഓർ നെഗറ്റീവ് ചാർജ്, ദാറ്റ് മീൻസ് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് at any point from the point charge which is at a distance r. അത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഒരു സിംഗിൾ പോയിന്റ് ചാർജ് കാരണമുള്ള ഫീൽഡ് കണ്ടുപിടിക്കുന്നത് നമുക്കൊരു പ്രയാസമേ അല്ല. That field E is equal to 1/4 pi epsilon 0 q by r square. ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പ്ലസ് q by r square, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ മൈനസ് q by r square അല്ലെ. ഇനിയിപ്പോ ഒരു ചാർജിന് പകരം രണ്ട് ചാർജ് ഉണ്ട്. അതായത് ഒരു പ്ലസ് ക്യൂ ചാർജ്, ഒരു മൈനസ് ക്യൂ ചാർജ്. നമ്മൾ അതിനെ പറഞ്ഞ പേരാണ് ഡൈപോൾ അല്ലെ. ഡൈപോള് കാരണമുള്ള ഫീൽഡ് ഇക്വറ്റോറിയൽ പോയിന്റിൽ അല്ല, ഇക്വറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രയാണ് ഫീൽഡ്? ആക്സിയൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൈനിലെ ഒരു പോയിന്റിൽ എത്രയാണ് ഫീൽഡ്? നമ്മൾ അത് കണ്ടുപിടിച്ചു. ഇവിടെയാണെങ്കിൽ 1/4 pi epsilon 0 2p by r ക്യൂബ്, ഇവിടെയാണെങ്കിൽ 1/4 pi epsilon 0 p by r ക്യൂബ്. നമ്മൾ വളരെ വൃത്തിക്ക് തന്നെ കണ്ടുപിടിച്ചു. ഇനിയിപ്പോ രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിലോ അതും കണ്ടുപിടിക്കുന്നത് പ്രയാസമല്ല. ഏതെങ്കിലും ഒരു പോയിന്റില് രണ്ട് പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ മതി അല്ലെ. എന്താണ്? ആദ്യം ഇത് കാരണമുള്ള ഫീൽഡ് കണ്ടുപിടിക്കുക, പിന്നെ ഇത് കാരണമുള്ള ഫീൽഡ് കണ്ടുപിടിക്കുക. ആ രണ്ടെണ്ണത്തിന് വെക്ടർ സം എടുക്കുക. അതേപോലെ തന്നെയാണ് രണ്ട് നെഗറ്റീവ് ചാർജ് എടുത്താലും. അപ്പോ ഒറ്റക്കൊറ്റക്കുള്ള ചാർജുകൾ അല്ലെങ്കിൽ ഒന്നിൽ രണ്ടോ മൂന്നോ ചാർജുകൾ ഒക്കെ ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ചാർജ് ആകുമ്പോൾ അത് സിസ്റ്റം ഓഫ് ചാർജസ് ആയി. പക്ഷെ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഈസിയാണ്. ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഈസിയാണ്. അപ്പൊ ഇങ്ങനെ ഒറ്റക്കൊറ്റക്കുള്ള അല്ലെങ്കിൽ കുറച്ച് ചാർജുകളുടെ ഡിസ്ട്രിബ്യൂഷൻ അവര് നമ്മൾ പറഞ്ഞ പേരാണ് ഡിസ്ക്രീറ്റ് ചാർജ്. ഓക്കെ, ഡിസ്ക്രീറ്റ് ചാർജ്. സോ ഫീൽഡ് ഡ്യൂ ടു ഡിസ്ക്രീറ്റ് ചാർജ്, which means field due to a single negative charge or single positive charge or a dipole or two positive charges or two negative charges. ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള സംഗതിയേ അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എങ്ങാനും ഒരു സ്ഥലത്ത് ഒരുപാട് ചാർജുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരുപാട് പോസിറ്റീവ് ചാർജുകൾ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ചാർജുകൾ അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവും നെഗറ്റീവും ചാർജുകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ലാർജ് നമ്പർ ഓഫ് ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ റീജിയൻ ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്നാണ് കണ്ടിന്യൂസ്. ഒന്നോ രണ്ടോ മൂന്നോ ഒന്നുമല്ല, ഒരുപാട് ചാർജുകൾ. അപ്പൊ ഒരുപാട് ചാർജുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണ്ട എല്ലാ ചാർജുകളും വളരെ അടുത്താണ്, ഇങ്ങനെ അടുത്ത് നിൽക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയല്ല, കുറച്ച് സ്പേസ് ഉണ്ട് അവർക്കിടയിൽ. പക്ഷെ അവിടെ ലാർജ് നമ്പർ ഓഫ് ചാർജസ് ഉണ്ട്. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് ചാർജുകളുടെ കളക്ഷൻ ആണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അറിയാവാ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരുപാട് ചാർജുകൾ ഉണ്ടെങ്കിൽ ഈ ചാർജുകൾ കാരണം ചുറ്റുപാടൊരു ഫീൽഡ് ഉണ്ടാവുമല്ലോ. ആ ചുറ്റുപാടുള്ള ഇതിന്റെ ചുറ്റുമുള്ള ഫീൽഡിലെ
ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിലുള്ള ഫീൽഡ് സ്ട്രെങ്ത് ഇ എത്ര എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഏതുപോലെ നമ്മൾ ഡൈപോള് അല്ല, രണ്ട് പോസിറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിൽ ഒരു പോയിന്റിലെ ഫീൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഇതും കാരണമുള്ള ഫീൽഡുകളുടെ വെക്ടർ സം എടുത്തതാണ്. അതേപോലെ ആയിരിക്കേണ്ട അപ്പൊ ഇതും എടുക്കേണ്ടത്. ഇതൊക്കെ കാരണം ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട്. അപ്പൊ ആ ഫീൽഡ് സ്ട്രെങ്ത് എത്രയാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ ഇപ്പോൾ തൽക്കാലം നമ്മളെ മുമ്പിലുള്ള വഴി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. പക്ഷെ അതിന് പ്രശ്നമുണ്ട്. എത്ര ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 100 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഓരോന്ന് കാരണമുള്ള ഫീൽഡ് ഡിസ്റ്റൻസ് വ്യത്യാസമില്ലേ? അപ്പൊ ഓരോന്ന് കാരണമുള്ള ഫീൽഡും വ്യത്യസ്തമാണ്. എന്നിട്ട് ആ ഫീൽഡുകളുടെ എല്ലാം വെക്ടർ സം എടുക്കണം. അതെ, ഇപ്പൊ 1000 ചാർജ് ഉണ്ടെങ്കിൽ 1000 ചാർജുകൾ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡിന്റെ വെക്ടർ സം എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ സംഗതിയാണ്. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഫീൽഡിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത് ഡിസ്ക്രീറ്റ് ചാർജ് കാരണമുള്ള ഫീൽഡ് കണ്ടുപിടിക്കുന്ന അത്ര ഈസി അല്ല. ഡിസ്ക്രീറ്റ് ചാർജ് കാരണമുള്ള ഫീൽഡ് കണ്ടെത്താൻ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ധാരാളമാണ്. അങ്ങനെയാണ് നമ്മൾ ഡൈപോള് കാരണമുള്ള ഫീൽഡൊക്കെ കണ്ടെത്തിയത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഫീൽഡ് അറ്റ് എ പോയിന്റ് കണ്ടുപിടിക്കുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം പറ്റുന്നതല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണം? അവിടെ നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ ഈസി ആയിട്ടുള്ള മെത്തേഡ് വേണം. അവിടെയാണ് നമുക്ക് ഗോസസ് തിയറത്തിന്റെ ഉപയോഗം. ഇങ്ങനെയുള്ള ഫീൽഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം എങ്ങനെയുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആവാം. ഓക്കെ, എത്ര ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000-ഓ 10,000-ഓ എത്ര ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയുള്ളതുമാവട്ടെ അത് കാരണമുള്ള ഫീൽഡ് ഗോസസ് തിയറം ഉപയോഗിച്ചിട്ട് വളരെ സുന്ദരമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ എന്താണ് വാട്ട് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം എന്ന് പറഞ്ഞാല് ദിസ് തിയറം ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദി കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. Okay, it is used to find out the electric field due to the continuous charge distribution. കുഞ്ഞു മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ അപ്പൊ നമ്മള് ആ അപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ 3 ടൈപ്പിലുണ്ട്. ഒന്ന് സപ്പോസ് the charge is distributed over a line. Okay, ഒരു ലൈനിൽ കുറെ ചാർജുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആവട്ടെ അല്ലെങ്കിൽ എന്താ പറയുക കർവ്ഡ് ലൈൻ ആവട്ടെ, എങ്ങനെയുള്ളതായിക്കൊള്ളട്ടെ, കർവ്ഡ് ലൈൻ ആവട്ടെ സ്ട്രെയിറ്റ് ലൈൻ ആവട്ടെ, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഒരു ലൈനിലാണ് ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ പേരാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്നാണ് linear charge distribution. Linear charge distribution. This is meaning. What is the meaning of this term? Here the charge is distributed over a line. It may be curved or a straight line. അതേസമയം ചാർജ് എങ്ങാനും ഇത് എന്താ പറയാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത് ഇതാ ഒരു സർഫസിലാണ്. ഓക്കെ, ഒരു സർഫസിൽ ഇങ്ങനെ ചാർജ് വാരി വിതറിട്ടിരിക്കുകയാണ്. സർഫസ് ഏത് ഷേപ്പിലുള്ളതായിക്കോട്ടെ ഒരു കുഴപ്പമില്ല. അത് ഇങ്ങനെയുള്ള ചാർജ്, ഇങ്ങനെയുള്ള സർഫസ് ആവട്ടെ, സ്ക്വയർ ആവട്ടെ, റെക്ടാങ്കിൾ ആവട്ടെ, എന്തായാലും പ്രശ്നമില്ല. എങ്ങനെയുള്ള സർഫസിലാണെങ്കിലും സർഫസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ അതിന്റെ പേരാണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി എങ്ങാനും ഇതാ ഇതൊരു വോളിയമാണ്. ആ വോളിയത്തില് കുറെ ചാർജ് ഉള്ളിൽ ഇങ്ങനെ കുറെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പേരാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആണെന്ന് നോക്കിയേ.
ഓക്കെ ആണ്. അപ്പൊ എന്താണ് 3 ടൈപ്പിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രയാസമുള്ള സംഗതിയല്ല. ഇനി നമ്മൾ എന്ത് പറയുന്നത് അറിയാവോ, ഈ 3 ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഉപയോഗിക്കേണ്ട 3 ടേമുകളുണ്ട്. ആ ടേമിന് മാഷ് പറയാൻ പോവാം. സപ്പോസ് ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ, what is called it is called a linear charge distribution, അല്ലെ? If the charge is distributed over a line, this is called a linear charge distribution. Suppose കുഞ്ഞുമക്കളെ നോക്കേ, ഇതൊരു ലൈനാണ്. ഈ ലൈനിന്റെ ലെങ്ത് L ആണ്. ഈ L ലെങ്ത്തിൽ ഒരുപാട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്ര അറിയാവോ? ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ടോട്ടൽ ചാർജ് Q ആണ്. ഇത് മുതൽ ഇതുവരെ Q കൂളം ചാർജ്, ലാർജ് എമൗണ്ട് ചാർജ്, അത് എത്രയാണ്? Q കൂളം ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രയാണ്? L ലെങ്ത്തിൽ. എങ്കിൽ ആ ടോട്ടൽ ചാർജിനെ ഞാൻ ആ ടോട്ടൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അതിന്റെ യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ടെന്ന് കിട്ടൂലെ? 10 മീറ്ററിൽ 10 കൂളം ചാർജ് ഉണ്ടെങ്കിൽ 10/10 എത്രയാ? 10/10 എത്രയാ? 1/1 എന്ന് പറഞ്ഞാൽ 1 മീറ്ററിൽ 1 കൂളം ചാർജ് ഉണ്ട് എന്നല്ലേ? മനസ്സിലാണോ? സോ 1 മീറ്ററിൽ 1 കൂളം ചാർജ് ഉണ്ട് എന്നാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെ? എന്ന് പറഞ്ഞപ്പോ Q/L എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, അല്ലെ? യൂണിറ്റ് ലെങ്ത്തിൽ എത്രയാണ് ചാർജ് ഉള്ളത്, അതാണ് എന്ത് ഈ ക്വാണ്ടിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And this is called linear charge density. Linear charge density. Okay, and this is denoted by the letter lambda. So lambda is equal to Q/L. Lambda is equal to Q/L. Okay, then what will be the unit? Unit എന്താണ്? Coulomb per meter. Coulomb per meter. ഇത് 2. അപ്പോ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത് ഒരു ലൈനിലാണെങ്കിൽ അത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ യൂണിറ്റ് ലെങ്തിലുള്ള ചാർജിന്റെ അളവാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. യൂണിറ്റ് ആണ് കൂളം പെർ മീറ്റർ. ഇനി നിങ്ങൾ എന്നോട് പറ, ഒരു സർഫസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത് എങ്കിൽ അതിന്റെ പേരെന്താണ്? സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെ? ഇതാ ഒരു സർഫസ്, ഏതോ ഒരു സർഫസ്, ക്ലോസ്ഡ് സർഫസ്, അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ A ആണ്. അവിടെ കുറേ ചാർജുകൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. ഈ ഒരുപാട് ചാർജുകൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ടോട്ടൽ ചാർജ്, ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ടോട്ടൽ ചാർജ് Q കൂളമാണ്. ഓക്കെ, എങ്കിൽ കുഞ്ഞുമക്കളെ ടോട്ടൽ ഏരിയ A ആണ്. A എന്ന ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ടോട്ടൽ ചാർജ് Q ആണ്. എങ്കിൽ Q/A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? യൂണിറ്റ് ഏരിയയിൽ, അല്ലെ? യൂണിറ്റ് ഏരിയയിലുള്ള ചാർജിന്റെ അളവ് കിട്ടും. ആൻഡ് ദിസ് ഈസ് കോൾഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി, ഓക്കെ, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ സിഗ്മ. സിഗ്മ. സോ സിഗ്മ ഈസ് ഈക്വൽ ടു Q/A. ഓക്കെ, Q എന്നാണ് ടോട്ടൽ ചാർജ്, A എന്നാണ് ടോട്ടൽ ഏരിയ, Q/A എന്നാണ് യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ്. അതിന്റെ പേരാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഗിവൺ ബൈ എന്തായിരിക്കും? കൂളം പെർ മീറ്റർ സ്ക്വയർ. ഇനി ഒരു വോളിയത്തിലാണ് മക്കളെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ പേരെന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി. അതായത് സ്പേസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അത് വോളിയം ചാർജ് ഡെൻസിറ്റി ആണ്. സോറി, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ടോട്ടൽ ചാർജ്, ഈ വോളിയത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ടോട്ടൽ ചാർജ് Q കൂളമാണ്. ആൻഡ് ദിസ് ടോട്ടൽ വോളിയം ഓഫ് ദിസ് ഫിഗർ ഷെയ്ഡ് ഇസ് ഗിവൺ ബൈ V. സോ എന്ന് മനസ്സിലായി, V വോളിയത്തിൽ Q കൂളം ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു. then Q/V എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നമുക്ക്? യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജ് കിട്ടും. and this is called volume charge density. Volume charge density, it is called, which is denoted by the letter Rho. So Rho is equal to Q/V. Then what will be the unit? Unit
കൂളം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ 3 ടൈപ്പിലുള്ള കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അവിടെ യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി, യൂണിറ്റ് കൂളം പെർ മീറ്റർ. സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അവിടെ യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, അതിന്റെ യൂണിറ്റ് ആണ് കൂളം പെർ മീറ്റർ സ്ക്വയർ. ഹിയർ കൂളം പെർ മീറ്റർ, ഹിയർ കൂളം പെർ മീറ്റർ സ്ക്വയർ. കുഞ്ഞുമക്കളെ, ഒരു വോളിയത്തിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എങ്കിൽ അതിന്റെ പേരാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അവിടെ യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജിന്റെ അളവാണ് വോളിയം ചാർജ് ഡെൻസിറ്റി, which is rho is equal to Q by V. So, lambda is equal to Q by L, sigma is equal to Q by A, rho is equal to Q by V. യൂണിറ്റ് കൂളം പെർ മീറ്റർ സ്ക്വയർ, കൂളം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ അത് ക്ലിയർ ആയി. ഇനിയാണ് നമ്മൾക്ക് എന്താ വേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് നമ്മളെ എയിം എന്ന് പറഞ്ഞാൽ ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ പറയണം. എന്താണ് ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ? ഗോസസ് തിയറം എന്ന് പറയുന്നത് ഏത് ടൈപ്പിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയുള്ളത്, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഫീൽഡ് കണ്ടെത്താനുള്ള എളുപ്പ വഴിയാണ് ഗോസസ് തിയറം എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ 3 ടൈപ്പിലുണ്ട്. അപ്പൊ ഈ 3 ടൈപ്പിലുള്ള കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഫീൽഡ് നമ്മൾ കണ്ടെത്തണം. 3 ടൈപ്പിലുള്ള കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഫീൽഡ് കണ്ടെത്തണം. അങ്ങനെ ഒരു ഫീൽഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിലിമിനറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊന്നാണ് നമ്മൾ അവിടെ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതിന്റെ പേരെന്താണ് കുഞ്ഞുമക്കൾ? ഇതാ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ. സോ വാട്ട് ഈസ് ദിസ് കോൾഡ്? ഇറ്റ്സ് കോൾഡ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നോക്കിയതാ, ഇതൊരു സ്ഫിയർ ആണ്. ആ സ്ഫിയറിന്റെ സർഫസിൽ മാത്രം ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? സർഫസിൽ ഇത് ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിലൊന്നുമില്ല. അപ്പൊ വോളിയത്തിൽ മുഴുവനായിട്ടുള്ള സർഫസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പേരെന്താ? സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇതെന്താണ്? ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നിങ്ങൾക്ക് ഈ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ഇവിടെ ഉള്ള ഫീൽഡ് കണ്ടെത്തണം. ഓക്കെ, അല്ലെങ്കിൽ ഇതാ ഈ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണം നിങ്ങൾക്ക് ഇത് ഈ പോയിന്റിലുള്ള ഫീൽഡ് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള ഫീൽഡ് കണ്ടെത്താൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫീൽഡ് കണ്ടെത്താൻ ഉപയോഗിക്കേണ്ടത് ഏതാണ്? ഗോസസ് തിയറമാണ്. അങ്ങനെ ഗോസസ് തിയറം ഉപയോഗിച്ചിട്ട് ഫീൽഡ് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഇമാജിനറി സ്ഫിയർ ഇമാജിനറി സർഫസ് കൺസ്ട്രക്ട് ചെയ്യണം. സ്ഫിയർ എന്നല്ല, ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഇവിടെ ഇല്ല, ആ സർഫസ് ഇല്ല. നിങ്ങളൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഇമാജിനറി സർഫസിന്റെ പേരാണ് ഗോഷിയൻ സർഫസ്. ഗോഷിയൻ സർഫസ്. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, അതെങ്ങനെ അങ്ങനെ ഒരു സർഫസ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ആ സർഫസ് ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെയാണ് ആ സർഫസിന്റെ പ്രത്യേകതകൾ, അതൊക്കെ നമ്മൾ പറയും. ഓർമ്മിക്കുക, എന്താണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഗോഷിയൻ സർഫസ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇമാജിനറി സർഫസ്. It is an imaginary surface. Okay, എന്തിനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? It is constructed for what purpose? In order to for what? In order to find out the field കണ്ടുപിടിക്കാനായിട്ടാണ്. എന്ത് ഫീൽഡ്? Field due to a particular kind of charge distribution. A particular, നേരത്തെ പറഞ്ഞ 3 എണ്ണം ഉണ്ടല്ലോ, ആ 3 ടൈപ്പിൽ ഏതെങ്കിലും ഒന്ന് എന്തോ ആയിക്കൊള്ളട്ടെ. Particular kind of charge distribution. Particular kind of charge distribution. ഇതാണ് ഗോഷിയൻ സർഫസിന്റെ ഡെഫിനിഷൻ. ഒന്നുകൂടി പറഞ്ഞേ, ഇറ്റ് ഈസ് ആൻ ഇമാജിനറി സർഫസ് ഇൻ ഓർഡർ കൺസ്ട്രക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഫീൽഡ് ഡ്യൂ ടു എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതൊരു ഇമാജിനറി സർഫസ് ആണെന്ന് ഓർമ്മ വേണം. അപ്പൊ ഈ ഗോഷിയൻ സർഫസിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഷുഡ് ബി എ ക്ലോസ്ഡ് സർഫസ് എന്നാണ്. ഇറ്റ് ഷുഡ് ബി, ഇറ്റ് മസ്റ്റ് ബി
It should be a closed surface. It should be a closed surface. നിർബന്ധമായിട്ടും അത് ക്ലോസ്ഡ് സർഫസ് ആയേ മതിയാവും. ഓക്കെ, രണ്ടാമത്തത് നമുക്ക് പറയാം, അതിൽ എക്സാമ്പിൾ പറയാം കേട്ടോ. അപ്പൊ അപ്ലിക്കേഷൻ പറഞ്ഞ ഒന്നോടെ ക്ലിയർ ആവും നിങ്ങൾക്ക്. ഓക്കെ, ഇറ്റ് ഷുഡ് include the observation point. ഇനി നമ്മൾ ഫീൽഡ് കണ്ടെത്തേണ്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഫീൽഡ് സ്ട്രെങ്ത് കണ്ടെത്തേണ്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഒബ്സർവേഷൻ പോയിന്റ്. ആ ഒബ്സർവേഷൻ പോയിന്റ് സർഫസിലായിരിക്കണം. ഏത്? ഗോഷ്യൻ സർഫസിലായിരിക്കണം. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഗോഷ്യൻ സർഫസിൽ ആ ഒബ്സർവേഷൻ പോയിന്റ് ഉണ്ടാവണം. ഓക്കെ, മൂന്നാമത്തത് field at every point on the Gaussian surface must be same. Field at every point on the Gaussian surface must be same. Gaussian surface le ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ ഫീൽഡ് എല്ലാം സെയിം ആയിരിക്കണം. ഫീൽഡ് സെയിം ആയിട്ടുള്ള ഏത് പോയിന്റിലെയും ഫീൽഡ് സെയിം ആയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോടാ? ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, ഫീൽഡ് ലൈൻസ് മസ്റ്റ് പാസ് നോർമൽ ടു ദി സർഫസ്. ഓക്കെ, ഫീൽഡ് ലൈൻസ് ഷുഡ് പാസ് നോർമൽ ടു ദി സർഫസ്. അപ്പൊ നിങ്ങൾ നോക്കുക, ചെറിയൊരു എക്സാമ്പിൾ. നമ്മൾ അപ്ലിക്കേഷൻ പറഞ്ഞ നല്ലോണം നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഓക്കെ, നമ്മൾ ആ ഇത് എന്താ പറയുക, സ്ഫിയർ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ വരച്ച സ്ഫിയർ. ഈ സ്ഫിയർ കാരണം നിങ്ങൾക്ക് ഫീൽഡ് കണ്ടെത്തണം ഈ പോയിന്റിൽ. അപ്പൊ നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്ന ഗോഷ്യൻ സർഫസ് എന്നുള്ളത് വേറൊരു സ്ഫിയർ ആണ്. ഇത് ഇമാജിനറി സർഫസ് വേറൊരു സ്ഫിയർ ആണ്. കണ്ട, ആ സ്ഫിയർ വരച്ചപ്പോൾ അതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഗോഷ്യൻ സർഫസിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ പറയാ, ഇത് ഫുൾഫിൽ ചെയ്തു. നോക്ക്, അവിടെ ആ സർഫസിൽ ഒബ്സർവേഷൻ പോയിന്റ് ഉണ്ടല്ലോ, ഉണ്ട്. രണ്ടാമത്തെ നോക്കിയായി. ഓക്കെ, നോക്കി, ഈ സർഫസിൽ നിന്ന്, അതായത് നമ്മൾ ഈ ഇതുണ്ടല്ലോ, ചാർജ് ഉള്ള സ്ഫിയർ ഉണ്ടല്ലോ, ആ ചാർജ് ഉള്ള സ്ഫിയറിന്റെ സർഫസിൽ നിന്ന് ഇവിടേക്ക് ഏത് പോയിന്റ് എടുത്താലും അവിടേക്കുള്ള ഡിസ്റ്റൻസ് സെയിം അല്ലേ? നോക്ക്, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഫീൽഡും എല്ലാ ഫീൽഡും സെയിം ആയിരിക്കും ആണല്ലോ. ഇനി നോക്ക്, ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത് അതിന് നോർമൽ ആയിട്ട് തന്നെയല്ലേ? നോക്ക്, ഗോഷ്യൻ സർഫസിൽ നോർമൽ ആയിട്ടല്ലേ? അല്ലേടാ? അതെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇത്രയും സമയം നമ്മൾ പറഞ്ഞത്. ഇനി അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് തിയറം. Okay.